ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഈ ഒരു ഐറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ നോർമലി പാസ്ത മക്രോണി എന്നൊക്കെ തോന്നുന്നുണ്ടോ? പക്ഷെ ഇതല്ല കേട്ടോ. ഇത് ഇന്ത്യൻ ആഫ്രിക്കൻ കൊലാബർ ചെയ്തിട്ടുള്ള ലിബിയൻ മക്ബക്കയാണ്. ഇതൊരു ലിബിയൻ ഡിഷാണ് കേട്ടോ. നമ്മൾ നോർമലി പാസ്തയും മക്രോണിയൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഇതാ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ച ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3 സവാള. ചെറുതായത് കൊണ്ടാണ് ഞാൻ 3 എടുത്തത്, വലുതാണെങ്കിൽ 2 മതിയാവും. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, 3 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി. ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി കട്ട് ചെയ്തെടുക്കാം. അധികം കട്ടിയില്ലാതെ നന്നായി കനം കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞു കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കാണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. ഇനി നമുക്ക് മക്ബക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട പാത്രം എടുക്കാം. ഇതൊരു 1 pot റെസിപ്പി ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കുക്ക് ചെയ്തെടുക്കേണ്ട അളവിലുള്ള പാത്രം തന്നെ എടുക്കാം. പാസ്തയും ചിക്കനും ഒക്കെ മൊത്തത്തിൽ കുക്കായി വരേണ്ട അളവിലുള്ള പാത്രം തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് മസ്റ്റാണ്. ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്താലേ ഇതിനായ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ സവാളയൊക്കെ ഒന്ന് വാടി ചെറുതായി സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതുപോലെ സവാളയൊക്കെ ഒന്ന് ചെറുതായി സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് കുക്കായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് തക്കാളിയൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നതിനോ നോക്കാം. കുക്കായി വന്നിനെങ്കിൽ എല്ലാം കൂടി നന്നായി ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചിക്കൻ ഒരു 1/2 കുക്ക് ആകുന്നത് വരെ വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു 1/2 കുക്കാക്കി എടുത്താൽ മതി, ഫുൾ കുക്കാക്കി എടുക്കണ്ട. കാരണം നമുക്ക് ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് പാസ്ത ഇട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ടൈമിൽ ചിക്കൻ നന്നായി വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു 1/2 കുക്കാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളത്തിനൊന്നും എത്ര അളവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോരോ പാസ്തയ്ക്കും വേവിന് കുറച്ച് കൂടുതൽ വെള്ളം വേണം, അങ്ങനെയാണല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാസ്തയ്ക്ക് അനുസരിച്ച് വെള്ളം കുറച്ച് അധികം തന്നെ എടുക്കാം. ഞാനിതാ ഈ ഒരു പാക്കറ്റ് പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇറ്റാലിയൻ്റെ പെന്നെ പാസ്തയാണ്. ഇതൊരു 1/2 kg പാക്കറ്റാണ് ഉള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് പാസ്ത ആണെങ്കിലും എടുക്കാം. അതിനനുസരിച്ച് വെള്ളം കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. പാസ്ത മുഴുവനായി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മുഴുവനായി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പാസ്ത വെന്ത് വരുന്നതിനനുസരിച്ച് ഇടയ്ക്കിടെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 to 12 മിനിറ്റ് കൊണ്ട് തന്നെ പാസ്ത നല്ലപോലെ കുക്കായി വരും. പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് പാസ്ത മുഴുവനായി കുക്കായി വരില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചപ്പോഴേക്കന്നെ പാസ്ത നല്ലപോലെ സോഫ്റ്റ് കുക്കായി വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ലിബിയൻ മക്ബക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വൈറ്റ് സോസ് പാസ്തൻ്റെയും മക്രോണിൻ്റെയും ആ ഒരു ടേസ്റ്റ് അല്ല, ഇതൊരു വേറൊരു ടേസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പാസ്തയ്ക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റെസിപ്പിയും വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.